ഇന്നത്തെ വീഡിയോയിൽ സൈനൈഡിനെ കുറിച്ച് അറിയാം. സൈനൈഡ് ഒരു നൈട്രജൻ ആറ്റവുമായി ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആറ്റം അടങ്ങിയ ഒരു രാസസംയുക്തമാണ്. സൈനൈഡ് എന്ന പദം പലപ്പോഴും സൈനൈഡ് അയോൺ അടങ്ങിയ വിവിധ സംയുക്തങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. സൈനൈഡ് ഉയർന്ന വിഷാംശത്തിനും സെല്ലുലാർ ശ്വസനത്തെ തടസ്സപ്പെടുത്തുവാനുള്ള കഴിവിനും പേരുകേട്ടതാണ്. ഇത് വളരെ മാരകമാണ്. സ്വർണം വെള്ളി ഖനനവുമായി ബന്ധപ്പെട്ട് സൈനൈഡിന് ഒരു ഇരുണ്ട ചരിത്രമുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അയിരിൽ നിന്ന് വിലയേറിയ ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിനുള്ള ഒരു മാർഗമായി ഇത് ആദ്യമായി വലിയ തോതിൽ ഉപയോഗിച്ചു. സൈനൈഡ് ലീച്ച് എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയയിൽ ദുർബലമായ സൈനൈഡ് ലായനി ഉപയോഗിച്ച് അയിരിൽ നിന്ന് സ്വർണമോ വെള്ളിയോ ലയിപ്പിക്കുന്നത് ഉൾപ്പെടുന്നു. 1782 ഹൈഡ്രജൻ സയനൈഡ് വേർതിരിച്ചെടുത്ത ഒരു സ്വീഡിഷ് രസതന്ത്രജ്ഞനായ കാൾ വില്യം ഷീലെയാണ് സയനൈഡ് സംയുക്തങ്ങളുടെ കണ്ടെത്തലിന് കാരണം. മറ്റ് നിരവധി രാസമൂലകങ്ങളുടെ കണ്ടെത്തലിനുള്ള സംഭാവനകൾക്കും ഷീലെ അറിയപ്പെടുന്നു. സയനൈഡ് സംയുക്തങ്ങൾ പ്രകൃതിയിൽ കാണപ്പെടുന്നു, പലപ്പോഴും സയനോജനിക് ഗ്ലൈക്കോസൈഡുകളുടെ രൂപത്തിൽ. ഈ പ്രകൃതിദത്ത സംയുക്തങ്ങൾ വിവിധ സസ്യങ്ങൾ, വിത്തുകൾ, പഴങ്ങൾ എന്നിവയിൽ കാണാം. ചില സന്ദർഭങ്ങളിൽ സൈനൈഡ് അടങ്ങിയ സസ്യങ്ങൾ പരമ്പരാഗത ഔഷധ അല്ലെങ്കിൽ പാചക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. എന്നാൽ വിഷ എഫക്റ്റുകൾ നീക്കം ചെയ്യാൻ ശ്രദ്ധാപൂർവം പ്രോസസ് ചെയ്യണം. വളരെ നിയന്ത്രിതവും പരിമിതവുമായ മെഡിക്കൽ ക്രമീകരണങ്ങളിൽ സൈനൈഡ് അടിസ്ഥാനമാക്കിയുള്ള സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് സൈനൈഡ് അടങ്ങിയ സോഡിയം നൈട്രോപ്രസൈഡ് അടിയന്തര ഘട്ടങ്ങളിൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. കർശനമായ മെഡിക്കൽ മേൽനോട്ടത്തിൽ ഇത് ഇൻട്രാവെനസായി നൽകപ്പെടുന്നു. ശരീരത്തിലെ സൈനൈഡ് സംയുക്തങ്ങളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന സോഡിയം തയോസൾഫേറ്റ് ആണ് സൈനൈഡ് വിഷബാധയ്ക്കുള്ള മറുമരുന്ന്. മറ്റൊരു ചികിത്സാ ഉപാധിയാണ് ഹൈഡ്രോക്സോ കോബാലമിൻ. ഇത് സൈനൈഡിനൊപ്പം വിഷരഹിതമായ ഒരു സമുച്ചയം ഉണ്ടാക്കുന്നു. സൈനൈഡ് വിഷബാധയുണ്ടായാൽ ദ്രുതഗതിയിലുള്ള രോഗനിർണയവും ചികിത്സയും അത്യാവശ്യമാണ്, കാരണം അത് ജീവന് തന്നെ ഭീഷണിയായേക്കാം. സൈനൈഡിന്റെ വിഷാംശം പ്രസിദ്ധമാണ്. വിഷബാധ, ആത്മഹത്യകൾ, ക്രിമിനൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിരവധി ചരിത്ര സംഭവങ്ങളിൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ മാരകമായ സ്വഭാവം വിവിധ വ്യാവസായിക മെഡിക്കൽ ആപ്ലിക്കേഷനുകളിൽ അതിന്റെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്ന കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് നയിച്ചു. ഇതുപോലുള്ള ഉപകാരപ്രദമായ അറിവുകളിലേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് യഥേഷ്ടം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയൊരു വീഡിയോയിൽ കാണും വരെ സൈനിങ് ഓഫ് ബുജി.